ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അബുദാബിയിൽ 2 മാസം വിസിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന അന്നും തലേദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ആണിത്. നമ്മൾ പോകുന്നതിന് മുന്നേ താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താമസിച്ചിരുന്നത് 7th ഫ്ലോറിൽ താമസിച്ചിരുന്നു കേട്ടോ. ഇതിനകത്ത് ഇവിടെ 2 റൂമാണുള്ളത്. ഒന്ന് നമ്മൾ താമസിക്കുന്ന റൂം, തൊട്ടപ്പുറത്തും ഒരാൾ താമസിക്കുന്ന റൂം. ഇത് നമ്മുടെ കിച്ചണായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുള്ള കിച്ചണായിരുന്നു കേട്ടോ. രണ്ടുപേരും ഒന്നിച്ച് പാചകം ചെയ്യാനും അത്യാവശ്യം വലുപ്പമുള്ള നല്ല സ്പേസുള്ള കിച്ചണായി, നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കിച്ചണായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ചേച്ചിയുടെയാണ്, ഈ ഒരു ഭാഗം അപ്പുറത്തെ എൻ്റെയും ആയിരുന്നു. അങ്ങനെ കിച്ചണിൽ പുറത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന റൂം അവരുടെ റൂമാണ്. പിന്നെ ഈ ഫ്രിഡ്ജും നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഷെയറിങ് ആയിരുന്നു. പിന്നെ ഈ കാണുന്ന സോഫ അവരുടേതും ഇത് നമ്മളുടേതായിരുന്നു. പിന്നെ ഈ ബാത്റൂം ഞങ്ങളുടെ ബാത്റൂമായിരുന്നു. അവർക്ക് പിന്നെ ബെഡ്റൂമിൽ തന്നെ ആയിരുന്നു ബാത്റൂം. പിന്നെ ഇത് നമ്മുടെ റൂമാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അവരുടെ റൂമിൽ ബാൽക്കണി ഇല്ല, നമ്മുടെ റൂമിൽ ബാൽക്കണി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു, എന്താ പറയുക, നല്ല ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഇവിടെ. ഇവിടെ വന്നിരുന്ന് ഞാൻ പുറത്തുകൂടി ആ വണ്ടിയിൽ പോകുന്നതും പിന്നെ രാത്രി ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കാരണം ഫുൾ ലൈറ്റൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഫുൾ ടൈം എനിക്ക് ഒഴിവിട്ടുന്ന സമയത്തൊക്കെ നമ്മളിവിടെ വന്നിരിക്കും. വെറുതെ വന്നിരിക്കും, കാണാൻ നല്ല ഭംഗിയാണ്. ഭംഗി മീൻസ് ഓരോരോ കാഴ്ചകൾ ഓരോരുത്തർ പോകുന്നതും ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടിരുന്നത്. അങ്ങനെ നമ്മളെ റൂമിൽ, നമ്മുടെ റൂം താഴെ ബെഡ് മുകളിൽ ബെഡുണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ എല്ലാ ലഗേജൊക്കെ പാക്ക് ചെയ്തു. ലഗേജ് നേരത്തെ വീട്ടിലായിരുന്നു. നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അപ്പുറത്തെ റൂമിൽ അവരുടെ മോളാണ്. അങ്ങനെ ഇത് നമ്മുടെ നേരത്തെ ഫ്രിഡ്ജ്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഐറ്റംസ് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിച്ചണൊക്കെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ അവിടെ ഒരു ടേബിളുണ്ട്, രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ടേബിളാണ്. പിന്നെ നമ്മുടെ റൂമിൻ്റെ ജനലിൻ്റെ താഴെ അപ്പുറത്തായിട്ടൊരു പ്രാവ് അടയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇതാണ് ഹേസൽ മോൾ. അവൾ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരും. പക്ഷെ നമ്മളെ ഭാഷ അവർക്കറിയില്ല, അവർ കർണാടകയിലുള്ളവരാണ്. എനിക്ക് അവരുടെ ഭാഷയല്ല. അവസാനം അവർ കുറച്ച് മലയാളം പഠിച്ചതേ ഉണ്ടായുള്ളൂ, നമ്മൾ കർണാടക പഠിച്ചില്ല. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് സംസാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞ് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുമ്പോൾ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് 2 മാസം മുന്നേ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരികയാണല്ലോ എന്നുള്ളത്. സാധാരണ നമ്മൾ ഗൾഫിലുള്ള പ്രവാസികൾക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് സന്തോഷം, പക്ഷെ അവിടുന്ന് വിസിറ്റിങ്ങിന് വരുന്നവർക്ക് നേരെ തിരിച്ചായിരിക്കും. ഇങ്ങോട്ട് ഒരു ഭയങ്കര സന്തോഷം, അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അത് നമ്മുടെ കോയിൻ ബിൽഡിങ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ ഏത് കാഴ്ചയും നമ്മൾ ഫോണിൽ കാണുന്നില്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ഏകദേശം രാത്രി 11:30 ടൈമിലായിരുന്നു. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ മുന്നേ നമ്മൾ നേരത്തെ എത്തണമല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം നമ്മൾ പോന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിലെത്തുന്ന സമയം ഏകദേശം പിറ്റേ ദിവസം രാവിലെ ആയിട്ട് വരും. പുലർച്ചെ 4-4:05 ടൈമിലൊക്കെ എത്തുക. ചെറുതായിട്ട് ഓർമ്മ, കാരണം 2 മാസം നമ്മൾ അവിടുന്ന് പോകുന്ന ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് സങ്കടം, അതിപ്പോൾ നമ്മുടെ റൂമിലുണ്ടായിരുന്ന അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവരെ മോള് ഫുൾ ടൈം നമ്മുടെ കൂടെ ഇരുന്നു. 2 മാസം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ നമ്മളെ ഫുഡും എല്ലാം നമ്മൾ ഷെയർ ചെയ്തൊക്കെ ഒരുപോലെ ആയിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അവിടെ നിന്ന് പോകുന്നപ്പോൾ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അവർ വിസക്കായി വന്ന് നിൽക്കുന്നവർക്ക്, അവർക്ക് ഓരോ ഗസ്റ്റുകൾ 2 മാസം കൂടുമ്പോൾ നമ്മൾ റൂമിൽ വരും. എങ്കിലും നമുക്കത് പോരുമ്പോൾ ഒരു ചെറിയ സങ്കടം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇവിടുന്ന് പോരുന്നൊന്നും ഇഷ്ടമില്ല, പ്രത്യേകിച്ച് കാരണം അവർക്ക് പഠിക്കണ്ടല്ലോ. കാരണം നമ്മൾ സ്കൂളിൽ പോരുന്നില്ല, മദ്രസ പോകേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം നമ്മൾ എവിടെയും പുറത്ത് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുക, അതല്ലേ പരിപാടി. അതുകൊണ്ട് പ്രത്യേകിച്ച് പഠിക്കാൻ പറയുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ പഠിക്കണം എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ കോയിൻ ബിൽഡിങ്ങും കഴിഞ്ഞു. നമ്മൾ അടുത്തതും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അബുദാബി എയർപോർട്ടിലേക്ക്. നമ്മൾ പോകുന്ന വഴി ഇതുപോലെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, നമ്മൾ തീർച്ചയായും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള പ്ലാൻ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. 2 മാസത്തോളം നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും, മിക്ക സ്ഥലങ്ങളിലും പറ്റുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ യാത്ര ചെയ്ത് ഏകദേശം നമ്മൾ എയർപോർട്ട് അവിടെ കാണുന്നതാണ് നമ്മുടെ അബുദാബി എയർപോർട്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് എത്തി. ഏകദേശം രാത്രിയായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഞാൻ 11:30 പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെ കൂടെ ഞങ്ങളെ മാമനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഭയങ്കര സങ്കടം. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ എന്നറിയില്ല, ഇനി നമ്മൾ തിരിച്ച് വരുമോ എന്നറിയില്ല, അതോ ഇനി ഇങ്ങോട്ട് യാത്ര ഉണ്ടാവില്ല, ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ കയറി, നമ്മൾ എന്ത് ഭംഗിയാണ് താഴെയുള്ള വ്യൂ കാണാനായിട്ട്. ഭയങ്കര സന്തോഷത്തോടെ 2 മാസത്തോളം നമ്മൾ എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷത്തോടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സന്തോഷമുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ 2 മാസമായിരുന്നു നമ്മുടെ ഈ വിസിറ്റിങ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലെ നാട്ടിലെത്തി.
വീട്ടിലെത്തി നമ്മൾ നമ്മുടെ പഴയ പ്രോസസ്സിലേക്ക് വീണ്ടും എത്തി. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അതേ സംഭവം തന്നെ. രാവിലെ മദ്രസയിലേക്ക് പോകുന്നു, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ച് വരുന്നു, വീട്ടിലെ പണികളെടുക്കുന്നു, വീണ്ടും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു. അങ്ങനെ രാത്രിയാവുന്നു, വീണ്ടും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോയത് സ്വപ്നം പോലെ നമുക്ക് തോന്നുന്നു. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിരുന്നു എന്ന് തോന്നും. അത്രയേ ഉള്ളൂ, 2 മാസം നമ്മൾ പോയി നിന്ന നമ്മുടെ ഓർമ്മയിൽ സ്വപ്നം കണ്ട പോലെ മാത്രമേ തോന്നുകയുള്ളൂ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനൽ, അതൊക്കെ പോയി കാണണം കേട്ടോ. നമ്മൾ അബുദാബിയിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, ദുബായിൽ പോയ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഒരുപാടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. നമ്മളവിടെ പോയപ്പോൾ നമ്മളങ്ങനെ വ്ളോഗ് വീഡിയോസ് ഇട്ടു മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാതും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ഇറിറ്റേഷൻ ആവില്ല. അത് ഞാൻ ഒരുപാട് വലിയ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്. എങ്കിലും അത്യാവശ്യം ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് താഴെയുള്ള കാഴ്ച. വിമാനത്തിൽ ഓരോ സമയങ്ങൾ വരുന്ന സമയത്ത് കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. നമ്മളൊരു രാവിലെ സമയത്ത് മേഘങ്ങൾ ഇടയിലൂടെ പോകുന്ന പോലെ തോന്നും. അങ്ങനെ പ്രഭാതം ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയുടെ കാഴ്ച ഭംഗിയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോകുന്നത് രാവിലെ ആയിരുന്നു. നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഏകദേശം നല്ല വെയിൽ, ഉച്ച സമയം, ആ സമയത്തുള്ള കാഴ്ച നമ്മൾ കണ്ടത്. തിരിച്ച് നമ്മൾ പോകുമ്പോൾ രാത്രിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്